ഹലോ മച്ചാമാരെ, ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം കൊടുങ്ങൂൽക്കാരണ്ട. അപ്പോൾ ഏറെ നാളത്തെ ഒരു ആഗ്രഹം ഒന്നുണ്ട ഈ മറൈനർ 33 എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ലോഗുള്ള ഒരു വണ്ടി സഞ്ചരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാർക്ക് ഈ വണ്ടിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ എപ്പോഴും ചോദിക്കുന്നതാണ് ഒരു ട്രിപ്പ് പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വണ്ടിയിൽ, എന്താണ് ഈ ഒരു വീഡിയോ എന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കല്ലായി പാലത്തിലൂടെയൊക്കെയാണ്. രാത്രി ആയതുകൊണ്ട് ഞാൻ കുറേ സീനുകളൊക്കെ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരം വെളുക്കുമ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂടുതലും പറയാം കേട്ടോ. അപ്പം മറൈനർ 33 എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണിത്. അപ്പോൾ ഇവർക്ക് ഏകദേശം 40-ലേറെ വണ്ടി ഉണ്ടെന്നാണ് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്നാലും 40-ലേറെ വണ്ടികൾ ഇവർക്കുണ്ട് കേട്ടോ. അപ്പോൾ കേരളം എന്നല്ല, ഇന്ത്യയിലൊട്ടാകെ വരെ വണ്ടി ഇങ്ങനെ അല്ലേ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ, ഫുൾ ഐറ്റമായിട്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു വണ്ടി വരുന്നത് മുട്ടം എന്നാണ്, കന്യാകുമാരി മുട്ടത്ത് നിന്ന് മംഗലാപുരത്തോട്ട് മീനായിട്ട് പോകുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് എന്താണ് ഇതിനുള്ള മീൻ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പറയാം കേട്ടോ. അപ്പം നമ്മൾ കോഴിക്കോട് റെയിൽവേ പാലമാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ചെല്ലുന്നത് കോഴിക്കോട് ബീച്ചിലോട്ടാണ്. സമയം ഇപ്പോൾ 2:30 ഉണ്ട്. പക്ഷേ ഈ ഒരു ബീച്ചിലെ തിരക്ക് നോക്കി, എന്താ പറയുക, ആണ് പെണ്ണെന്ന് ഭേദമില്ലാതെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല തിരക്കുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ബീച്ചിൽ ഇപ്പോഴോട്ടാ. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മുടെ വണ്ടി തന്നെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ബാക്കിലുണ്ട് അതേപോലെ 4 വണ്ടിയാണ് പഠിപ്പിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 4 മംഗലാപുരത്തോട്ട് പോകുന്ന വണ്ടികളാണ്. അതുകൂടാതെ നമ്മുടെ കമ്പനിക്കാരെ 1-2 വണ്ടികൾ വേറെ ഉണ്ട് കേട്ടോ. അത് വേറെ കമ്പനി വണ്ടികളാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർ വർഷത്തോട് ഓടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വഴിയിലാണ് നമ്മൾ അവരൊക്കെ പരിചയപ്പെട്ടത് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ മീനാണ്, ക്ലാത്തി എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. അപ്പോൾ മംഗലാപുരത്തോട്ട് എല്ലാവരും ഒരേ സ്ഥലത്തേക്കല്ല പോകണം കേട്ടോ. മംഗലാപുരത്ത് പല പല കമ്പനികളുണ്ട്. അപ്പോൾ പല പല സ്ഥലത്തേക്കാണ് ഈ പല പല വണ്ടികളും ചെല്ലുന്നത് കേട്ടോ. ചില വണ്ടികളൊക്കെ സെയിം റൂട്ടിലോട്ട് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഏകദേശം 109 കിലോമീറ്ററും കൂടെ അല്ല, 190 കിലോമീറ്ററും കൂടെ മംഗലാപുരത്തോട്ടുണ്ട് കേട്ടോ. മംഗലാപുരത്ത് നിന്ന് കുറച്ചും കൂടെ പോകാനുള്ള ഉള്ളിലോട്ട്. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് മാഹി പുതിയ ബൈപ്പാസ്. അപ്പോൾ നമ്മൾ താഴിലോട്ടൂടെ പോയിട്ട് അവിടെ ചെന്ന് ഡീസൽ ഫില്ല് ചെയ്തിട്ട് വേണം ഇനി ഈ വഴിയിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഡീസലിന് നിങ്ങൾക്കറിയാമല്ലോ, മാഹിയിൽ ഡീസലിനും മദ്യത്തിനും വളരെ വില കുറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ പമ്പിൽ നല്ല അടിക്കുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് മറ്റൊരു പമ്പിനാണ് നമ്മൾ സ്ഥിരം അടിക്കുന്നത് കേട്ടോ. പമ്പ് എത്തുന്നതിന് മുന്നായിട്ട് ഒരു അടിപൊളിക്കായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഗിയറിലാണ് കയറുന്നത് കേട്ടോ. 35 ടൺ ഭാരവുമായിട്ടാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഏകദേശം 360 ബോക്സ് ഉള്ള വണ്ടിയാണ് ഈ 12 വീല്. 2.9 ആണ് ആവറേജ് മൈലേജ് കാണിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ 1 ലിറ്റർ ഡീസലിന് ഏകദേശം കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ കാണുന്നതാണ് കേട്ടോ. സമയം വെളുപ്പിനായതുകൊണ്ട് തന്നെ ഈ ഒരു വഴിയിലൊക്കെ വലിയ ആളുകളില്ല. അങ്ങനെ നമ്മളെ സ്ഥിരം അടിക്കുന്ന പമ്പിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തും പകലാണെങ്കിലും ഇഷ്ടംമാരെ കാറുകാരുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ വലിയ വലിയ വണ്ടിക്കാരുണ്ടാവും. ഈ ഒരു ടൈമിലും കൂടുതലും വലിയ വണ്ടിക്കാർ തന്നെ ഉണ്ടാവും. ഇഷ്ടംമാരെ വണ്ടികളാണ് വന്നു പോകുന്നത് കേട്ടോ. കേരള അതേപോലെ തന്നെ തമിഴ്നാട്, കർണാടക വണ്ടികളൊക്കെ കൂടുതലും മാഹി വരുമ്പോൾ മാക്സിമം ഫുൾ ടാങ്കാക്കി പറ്റുമെങ്കിൽ ജഗ്ഗിലൂടെ മേടിച്ചിട്ടുണ്ട് അവർ പോവാറ്. 12 രൂപയാണ് ഇവിടുത്തെ കുറവെന്ന് പറഞ്ഞാൽ. 12 to 13 രൂപ റേഞ്ചിലാണ് ഡീസൽ ലിറ്ററിന് ഇവിടെ വ്യത്യാസം വരുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി മുട്ടത്തുനിന്ന് ഫില്ലാക്കിയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്ന കിലോമീറ്റർ കഴിച്ച് ബാക്കിയുള്ള ടാങ്ക് നമ്മൾ ഫില്ല് ചെയ്യേണ്ട. ഒരുപാട് വണ്ടിക്കാരുണ്ട് കേട്ടോ ഇവിടെ. 81 രൂപ 90 പൈസ ഉണ്ട്. ആ മീറ്ററിലോട്ട് നോക്കി 90 പൈസ ഇവിടെ ലിറ്ററിന് കേട്ടോ ഡീസലിന്. അതും കിട്ടുന്നത് പ്രീമിയം ഡീസലാണ് കേട്ടോ. ഇനി നമുക്ക് എത്ര രൂപയ്ക്ക് ഡീസൽ കയറും നമുക്ക് നോക്കാം. ഏകദേശം ഒരു 20,000 രൂപ താഴെ ഡീസൽ ഇല്ലെങ്കിൽ ഫില്ലാവാനുണ്ടെന്നാണ് അവൻ പറയട്ടെ. നമ്മളെ വണ്ടി കിടക്കണമെങ്കിൽ മറൈനർ 33. ഇതിൻ്റെ നമ്പറിൻ്റെ എസ് ഉണ്ട്, KL42S 8033, ലാസ്റ്റ് 33 തന്നെയാണ്. നമ്മുടെ ഡീസൽ അടി ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 16,000 ചില്ലാനായിട്ടുണ്ട് കേട്ടോ. 16,000 ചില്ലാനായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം റൗണ്ടാക്കി 17 ആക്കുന്നുണ്ട് നമ്മൾ. അവിടെ ആയിട്ടോളേക്ക് ഉറങ്ങി നടിക്കേണ്ട കുറേ നേരം. ഈ തമിഴ്നാട്ടിൽ നിന്ന് വലിയ ടാങ്കറും സെറ്റ് ചെയ്ത് വന്നേക്കേണ്ട അടിച്ച് കൂട്ടാനായിട്ട് അല്ലേ. അങ്ങനെ ഡീസലടി ഏകദേശം നമ്മുടെ അവസാനിച്ചു കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മുടെ കണ്ണൊക്കെ ആകെ വേണമെന്ന പോലെ തോന്നും കേട്ടോ. ഫുള്ള് മൂടി നിൽക്കുന്ന അവസ്ഥ. അതേപോലെ പെട്രോളിൻ്റെ ആ ഒരു ഇതൊക്കെ അടിക്കുമ്പോൾ ആകെ ഒരു അസ്വസ്ഥത തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ മാഹി ബൈപ്പാസ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കേണ്ട. ഇവിടെ ഏകദേശം 34 കിലോമീറ്റർ കണ്ണൂർക്കും മംഗലാപുരത്തേക്ക് 176 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വിഷ്വൽസൊക്കെ നമ്മൾ ഇവിടെ വെച്ച് കുറയ്ക്കേണ്ട. അങ്ങനെ മാഹി ബൈപ്പാസിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരം വെളുത്തട്ട സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്താണ് ഞാൻ എണീക്കുന്നത്. അടിപൊളി ഒരു പാലത്തിൻ്റെ വിഷ്വലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ എണീക്കുന്നത് കേട്ടോ. നല്ല രസം, എന്താ പറയുക, പുഴയും കടലും സംഗമിക്കുന്നൊരു സ്ഥലം പോലെ കേട്ടോ. നമ്മുടെ അഴിമ പോക്കില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഇവനാണ് നമ്മുടെ ജാങ്കോ, നമ്മുടെ ദിൽജിത്ത് എന്നാണ് അവൻ്റെ പേര്. അവിടെ ആയിട്ട് ഒരു റെയിൽവേ പാലമൊക്കെ കാണാം. പുള്ളി സോളോ ആയിട്ടാണ് കേട്ടോ ഈ കന്യാകുമാരിയിൽ നിന്ന് കൊടുങ്ങല്ലൂർ വരെ വന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തത് കേട്ടോ.
എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷേ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഓരോ ജോലി ചെയ്യുമ്പോഴും നമുക്ക് സ്റ്റാറ്റസിൻ്റെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ശമ്പളമല്ല നമ്മൾ ഉദ്ദേശിക്കണം, നമ്മുടെ ആൾക്കാരുടെ മുന്നിൽ അല്ലെ വൈറ്റ് കോളർ ജോബാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് കേട്ടോ. പക്ഷേ ഇവർ സമ്പാദിക്കുന്ന ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ പൈസ പോലും നമ്മുടെ നോർമലി ഈ വൈറ്റ് കോളർ ജോബിനൊന്നും പലർക്കും കിട്ടില്ല കേട്ടോ. പക്ഷേ അതിന് ഇതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, ആ ജോബിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഓരോ ജോലിക്കും കൽപ്പണി ആയാലും കൂലിപ്പണി ആയാലും അല്ലെ ഡോക്ടറായാലും വക്കീലായാലും എല്ലാത്തിനും അതിൻ്റേതായ റിസ്ക്കുകളുണ്ട് കേട്ടോ. പൊതുവേ ഡ്രൈവർമാരെ ഞാൻ ആരാധിക്കാനൊന്നും പറയണില്ല, പക്ഷെ എല്ലാവർക്കും അതിൻ്റേതായ റെസ്പെക്റ്റ് കൊടുക്കട്ടെ. ഈ വലിയ വണ്ടികളൊക്കെ ആയിട്ട് ഇത്രയും ദൂരത്തു നിന്നൊക്കെ പാണ്ടിലൂർ വരുമ്പോൾ നമ്മുടെ ബൈക്ക് അല്ലെങ്കിൽ കാറൊക്കെ ഇട്ട് അവരെ മുന്നിൽ അഭ്യാസം കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അവർക്കൊരു വഴി കൊടുക്കുക, അവരാണ് കയറിപ്പോയിക്കോട്ടെ കേട്ടോ. പിന്നെ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നവരുണ്ട് കേട്ടോ. മാക്സിമം ഒരു ഉറക്കവും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ അത് തെറ്റായ ഒരു മാർഗ്ഗം തന്നെ കേട്ടോ. അതുവഴി നമ്മുടെ ഒരുപാട് പേരുടെ ജീവിതങ്ങൾക്ക് അപഹരിക്കാനുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട നടപടികളൊക്കെ സർക്കാർ തന്നെ സ്വീകരിക്കേണ്ടതാണ്. അല്ലാണ്ട് നമുക്ക് നാട്ടുകാർക്ക് പോയിട്ടല്ലേ വണ്ടിക്കാരെ പിടിച്ചിർത്തിയിട്ട് നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, കള്ളാവ് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല കേട്ടോ. അപ്പം നമ്മുടെ വണ്ടി കിടക്കുന്ന കിടപ്പ് നോക്കി മറൈനർ 33. അപ്പം നമ്മുടെ തമിഴ്നയിലൊരു ഫോട്ടോ ഞാനായിട്ട് എടുത്തതുണ്ടാ ഈ ഒരു ഭാഗത്ത് നിന്ന്. സമയം ഇപ്പോൾ 6:15 കേട്ടോ. നമ്മളിത് കാസർഗോഡ് ടൗണിലോട്ടാണ് ഈ പോകുന്നത്. കൊല്ലൂർ മൂകാംബിക്ക് ഇവിടെ നിന്ന് ഏകദേശം 220 കിലോമീറ്ററാണ്. നമ്മുടെ പോകുന്ന സ്പോട്ടായ മംഗലാപുരത്തോട്ട് ഏകദേശം 50 കിലോമീറ്ററും. നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ വടക്കേറ്റത്തെ അല്ലെ ഏറ്റവും വടക്കേറ്റത്തെ ജില്ലയായ കാസർഗോഡിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ പ്രദേശമായ തലപ്പാടിയിലോട്ട് 33 കിലോമീറ്റർ. അപ്പോൾ ഈ ലെഫ്റ്റിലോട്ടാണ് കാസർഗോഡ് ടൗണിലോട്ടുള്ള വഴി കേട്ടോ. അപ്പം നമ്മൾ ഈ റൈറ്റ് കയറി മുന്നോട്ട് പോവുകയാണ്. നമുക്കിനി ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഒരു പട്ടുകൂറ്റൻ ഫ്ലൈ ഓവർ എന്ന് പറയാം. ഇവിടുത്തെ പണിയും വളരെ വ്യത്യസ്തമുണ്ട്. അങ്ങനെ മംഗളൂരു അല്ലേ, ബാംഗ്ലൂർ പോലെ തന്നെ മംഗളൂരു. അപ്പോൾ മംഗലാപുരത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് കയറിയാണ് പോവേണ്ട. ഇവിടുത്തെ ഈ ഫ്ലൈ ഓവറിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ വ്യത്യസ്തമായിട്ട് പില്ലറുകളൊക്കെ ഉണ്ട്, വളരെ മനോഹരം. വളരെ പറയുക, ആ ഫ്ലൈ ഓവറിൻ്റെ ഒരു രൂപഘടന തന്നെ നമ്മൾ ഇപ്പോൾ ഈ വന്ന വഴിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യാസമാണ്. നമ്മൾ തിരുവനന്തപുരം ആ ഒരു റേഞ്ചിൽ നിന്ന് സഞ്ചരിച്ച് വരുമ്പോഴും ഇവിടെ കാണുന്ന ഈ പില്ലറിൻ്റെ ഡിസൈനായാലും എല്ലാനായാലും വളരെ സ്റ്റൈലായിട്ടുള്ളൊരു രൂപം തന്നെ ഉണ്ടാകും. നമ്മുടെ മലപ്പുറം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകദേശമൊക്കെ റോഡുകളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഏകദേശം പണികളൊക്കെ പൂർത്തിയായതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം ചെറിയ ഡീവിയേഷൻ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം നല്ല റോഡുകളൊക്കെ തന്നെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കയറുന്ന പഴയ പാലമുണ്ട്. ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു അല്ലേ, മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയൊക്കെ ഉണ്ടാകും. ഇവിടുത്തെ കർണാടകക്കാർക്ക് കുറച്ച് കളർ വ്യത്യാസമുണ്ട് അല്ലേ. ബ്ലൂ കളറാണ് നമ്മുടെ കേരളത്തിലെ പ്രൈവറ്റ് ലോക്കൽ ബസ്സിൻ്റെ ഒരു കളറാണ് ഉണ്ടാകും. അപ്പോൾ കാസർഗോഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അവരുടെ ഒരു അല്ലേ സ്റ്റൈലും പിന്നെ അവരുടെ ഒരു സ്ലാങ് ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് സ്ലാങ് തന്നെയാണ്. വെളുത്തിട്ട് പാറ എന്നൊക്കെ പറഞ്ഞ ഒരു പരസ്യത്തിലൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഓർമ്മയില്ലേ. അപ്പോൾ നമ്മളിത് കാസർഗോഡിൻ്റെ അതിർത്തി പ്രദേശത്തിലൂടെ പോയിക്കൊണ്ടിരിക്കേണ്ട. ഞാൻ പറഞ്ഞില്ല, മലപ്പുറം തൊട്ട് ഇങ്ങോട്ട് ഏകദേശം നല്ല റോഡുകളുണ്ടാകും. ചെറിയ ഇതേപോലത്തെ ടേക്കിങ്ങും ഡീവിയേഷനും കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി റോഡ് പണികളൊക്കെ ഏകദേശം പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാട്ടോ. നമുക്ക് കേരളം മൊത്തം ഇതേപോലത്തെ മനോഹരമായ റോഡാണ് കേട്ടോ. അപ്പോൾ എത്ര സുന്ദരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ നോക്കി. ഇനി ഇതിൻ്റെ സ്വിച്ചുകൾ കേട്ടോ, ഇതാ കാണുന്ന സ്വിച്ചാണ് ലിഫ്റ്റ് ഓപ്ഷൻ എന്ന് പറയും. നല്ല ലോഡിങ് ഒക്കെ ഉള്ള സമയത്ത് ആ സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ടയർ ഉണ്ട് കേട്ടോ. അതിങ്ങനെ താഴോട്ട് ഇറങ്ങി ഒന്ന് മുട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ചില കട്ടിങ്ങുകൾ ചില ടേണുകളൊക്കെ വളക്കുന്ന സമയത്തൊക്കെ ആ ടയർ നമ്മൾ അടിയിൽ സപ്പോർട്ടിനായിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കാസർഗോഡുകാരൻ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയാണ് മംഗലാപുരത്തോട്ട് കാസർഗോഡ് മംഗലാപുരം പോകുന്ന KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ്. ഉപ്പളയാണ്, ഉപ്പള അല്ലേ, ഉപ്പള അവർക്ക് ഇത്രയായിട്ടുണ്ട് കേട്ടോ. പണി സ്പീഡാണല്ലേ. ഉപ്പള നഗരത്തിലൂടെയാണ് നമ്മുടെ യാത്ര. കാസർഗോഡ് തലപ്പാടി ഉപ്പള വല്ലൂര. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നടുക്ക് കൂടിയാണ് നമ്മുടെ മെയിൻ റോഡ്. റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഇരുവശത്ത് പൊക്കത്തിലാണ് സർവീസ് റോഡുകളൊക്കെ വരുന്നത് കേട്ടോ. കേരള സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റത്തെ പ്രദേശമായ തലപ്പാടി തന്നെയാണ് തലപ്പാടി ടോൾ പ്ലാസ. ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ലോട്ടറി കടകളുണ്ട്. നമ്മുടെ പാലക്കാട് ഗോവിന്ദാപുരം വഴി അല്ലെ പൊള്ളാച്ചിലോട്ടൊക്കെ പോകുന്ന ആ ഒരു ലൊക്കേഷൻ പോലുണ്ട ലോട്ടറികളൊക്കെ ഇവിടെയും വരെ ഉള്ളല്ലോ. കർണാടക തമിഴ്നാട് ഭാഗത്തൊന്നും ലോട്ടറി ഇല്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രദേശമുണ്ട് ഈ കാണുന്നത്.
ഇവർ ഈ കടയിൽ നിന്നാണ് കൂടുതലും സാധനങ്ങൾ മേടിക്കാറുണ്ട്, ഹോട്ടൽ ആശീർവാദ്. അപ്പോൾ എന്തായാലും നമ്മൾ പാഴ്സൽ മേടിച്ച് പോവേണ്ട. അപ്പോൾ 2 മസാല ദോശ പറഞ്ഞു, അത് പാഴ്സൽ മേടിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചായക്കട എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിക്കാരും നിർത്തുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ അവിടെ നിന്നായിട്ട് ചായ കുടിക്കാനുള്ള പരിപാടിയുണ്ട്. എല്ലാ വണ്ടിക്കാരും ഇറങ്ങി കുടിക്കുന്ന ഒരു സ്പോട്ടായതുകൊണ്ടെന്ന് അറിയില്ല, എന്ത് സാധനം എടുത്താലും 2 രൂപ എക്സ്ട്രാ കൂടുതലാണ് ഇവിടെ മറ്റുള്ള കടകളെ അപേക്ഷിച്ച്. ഇനി നമ്മുടെ ലക്ഷ്യസ്ഥാനമായ മംഗലാപുരത്തോട്ടുണ്ടാ കുറച്ച് ദൂരം കൂടി ഉള്ളൂ കേട്ടോ. ആ ഒരു ഭാഗത്ത് നമ്മളത്തിനും നല്ല തിരക്കായിരിക്കും എന്നാണ് പറയണത് കേട്ടോ. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഒന്നും വണ്ടി വിടാനുള്ള ചാൻസും കുറവാണ് കേട്ടോ. പോലീസുകാർ തിരിച്ചും ഒക്കെ വിടുന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കാം. പറഞ്ഞ പോലെ കുറച്ചുകൂടി മുന്നോട്ട് കഴിഞ്ഞപ്പോൾ ബ്ലോക്കായി തുടങ്ങി കേട്ടോ. നമ്മളിത് ബാൽമട്ട അല്ലേ, ബാൽമട്ട ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കേണ്ട. ലെഫ്റ്റ് ഉണ്ടോ? അടിപ്പാതെ കേട്ടോ. നമ്മുടെ മംഗലാപുരം ടൗണിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടാകും. നമുക്ക് സമയം വളരെ കുറവാണ്. നമ്മൾ പറഞ്ഞൊരു ടൈമിൽ നമ്മുടെ ഐറ്റം അവിടെ ഡെലിവറി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അവർ വിളിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചല്ലേ നല്ലൊരു ഏരിയ ഉണ്ടാകും. പക്ഷേ ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ലൊക്കേഷൻ വെച്ച് പോകുമ്പോൾ അവർ നമുക്ക് തരുന്ന ആ ലൊക്കേഷനിൽ പല ഷോർട്ട് കട്ട് വഴികളൊക്കെ ഉണ്ട് കാണിക്കുക. പക്ഷേ നമ്മുടെ ഇത്ര വലിയ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു വഴി റിവേഴ്സൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കേസ് തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. അതേപോലെ ഇത് വന്ന് ഇവിടെ വട്ടം നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകില്ല, ആകെ ബ്ലോക്കായി ആകെ പ്രശ്നമാവുന്നൊരവസ്ഥയിലോട്ട് വരും. ഗൂഗിൾ മാപ്പിൻ്റെ സഹായം ഒരു പരിധി വരെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്നാൽ ഇത്രയും വലിയ വണ്ടിയൊക്കെ കൊണ്ട് പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ ടൗണിലൊക്കെ നിർത്തി ചോദിക്കണം, ഈ വഴി ഈ ഒരു വണ്ടി പോകുമെന്ന് ചോദിക്കണം കേട്ടോ. അങ്ങനെ ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ റൂട്ട് സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 കിലോമീറ്റർ കറങ്ങി വന്നാലും നല്ല വലിയ റോഡ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം അങ്ങനത്തെ വഴിയിലൂടെ എത്താനാണ് ഇത്ര വലിയ വണ്ടിക്കാർ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ നോക്കി നടന്ന കമ്പനി എത്തിയേട്ടാ. CMP എന്നാണ് ഈ കമ്പനിയുടെ പേരേട്ടാ. ഇത് മീറ്റ് കട്ടിങ് കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയെ കുറിച്ച് ഞാൻ പറയട്ടെ. നമ്മൾ ഇന്ന് കൊണ്ടുവരുന്ന ഐറ്റം ഞാൻ പറഞ്ഞില്ല, ക്ലാത്തി എന്ന് പറഞ്ഞൊരു മീനാണ്. കിളിമീൻ, ക്ലാത്തി, അതേപോലെ വേറെ 1-2 മീനുകളുണ്ട്. എനിക്ക് എൻ്റെ അറിവിൽ കിളിമീനും ക്ലാത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ 2 മീനാണ് നമ്മൾ മീറ്റ് കട്ടിങ്ങിന് കൊണ്ടുവരുന്നത്. മീറ്റ് കട്ടിങ്ങിന് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മീറ്റാണ് നമ്മുടെ പേസ്റ്റുകൾ, അതേപോലെ ക്രീമുകളൊക്കെ ഇല്ലേ, ഫെയർ ആൻഡ് ലവ്ലി പോലുള്ള ക്രീമുകൾക്കൊക്കെ ഇതിൻ്റെ മീറ്റാണ് കയറ്റി പോകുന്നത് കേട്ടോ. ഇപ്പോൾ ലോഡ് ഇറക്കുന്ന കമ്പനിയിലൂടെയാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളെ ചാൻസ് ആകുമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ അതൊരു വെയിറ്റിംഗ് പീരീഡ് തന്നെയാണ് കേട്ടോ. ബുഗിൽ അവൻ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്. അവർ 2 പേര് ഇവിടെ ഉണ്ട് ആ വണ്ടിയിൽ വന്നിട്ടുള്ളത്. അവൻ നമ്മുടെ കൊടുങ്ങല്ലൂർക്കാരൻ തന്നെ ഉണ്ടോ. നമ്മുടെ ഫ്രണ്ട് ക്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ടാക്കാണത്. അവിടെ ആയിട്ട് റെഡ് കളർ, കർണാടകയുടെ കളർ റെഡ് ആണെന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ബോട്ടിൻ്റെ കളർ വേറെ അതല്ലേ. അപ്പോൾ ചെറിയൊരു രീതിയിൽ അലയടിക്കുന്ന ഓളം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന ഒരു പച്ചപ്പ് കണ്ട അറ്റത്ത്, അതാണ് ഉള്ളാൽ. ആ ഭാഗത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. നമ്മുടെ ബോക്സ് ഇനി കഴുകാനും വൃത്തിയാക്കാനൊക്കെ ആ ഒരു ഭാഗത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ മീൻ പിടിക്കുന്ന മെഷീനൊക്കെ ഉണ്ട്, ആ ഒരു ഫാക്ടറി ഒക്കെ ഉണ്ട്. അത് കാണാൻ പറ്റും, ഉള്ളിലൂടെ നമുക്ക് കയറാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഉഗ്ഗിൽ വന്ന വണ്ടിയും നമ്മുടെ വണ്ടിയുണ്ട മറൈനറും PPF. അപ്പോൾ ഇവിടുത്തെ പിള്ളേരുണ്ട്. ഈ കുട്ടികളെന്ന് പറഞ്ഞാലേ ഇവിടുത്തെ സ്റ്റാഫുകളുടെ മക്കളാണ്. ഇവിടെ ആസാമീസ്, ബംഗാളീസ്, പിന്നെ ഇവിടുത്തെ കുറച്ച് കർണാടകക്കാരും മംഗലാപുരംകാരൊക്കെ ഉണ്ട് ഈ ഫിഷ് കിള്ളിങ്ങനെ ഇരിക്കണത് കേട്ടോ. കിളിമീനാണ്. കിളിമീൻ്റെ തല കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കണേ കേട്ടോ. ഇവിടെ ഉള്ളിലൊക്കെ ആയിട്ട് ഉണക്ക മീനുകളൊക്കെ ഉണ്ട്. മാന്തലാണ് കേട്ടത്. അതേപോലെ ഒരുപാട് ചെറിയ മീനുകളൊക്കെ ഉണക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. SPT എന്ന് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ. കർണാടക രജിസ്ട്രേഷൻ, പക്ഷേ ഓടിക്കുന്നതൊക്കെ മലയാളികളാണ് കേട്ടോ. ഈ ഒരു വണ്ടി നമ്മുടെ ഫ്രണ്ടൊക്കെ ശരിക്കും ബസ്സിൻ്റെ പോലെ അല്ലേ, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ പോലെ. ആ വണ്ടി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാൻസ് ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് ബാക്ക് എടുക്കേണ്ട, റിവേഴ്സ് വെക്കേണ്ട. ഇവിടെ ആയിട്ടാണ് നമ്മൾ ലോഡ് ഇറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതേ ഇവിടെ ഒരു ബോക്സ് സർക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ടാ. അപ്പോൾ നമ്മൾ ആ ടൈം കൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട.
ജാങ്കോ ഞാനും നല്ല ഫുഡിങ് നല്ല വിശപ്പുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര ടയേർഡ് തോന്നുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ ടയേർഡൊന്നുമില്ല. പക്ഷേ ഇവൻ സിംഗിൾ സ്ട്രെച്ചിൽ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നല്ലേ, അപ്പോൾ അവൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവൻ ഉറങ്ങാൻ കിടന്ന തക്കത്തിൽ ഞാനൊന്ന് പുറത്ത് പോയി വീഡിയോ ഒക്കെ എടുത്തു വന്ന് ഞാനെന്താ ഇവിടെ ആയിട്ട് കിടക്കണ്ട, രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കാട്ടോ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ. ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബോക്സുകളൊക്കെ തിരിച്ച് കയറ്റേണ്ട. അപ്പോൾ ഇവിടുത്തെ പണി ഏകദേശം കഴിയാറായി. ആ സമയം കൊണ്ട് നമ്മുടെ ഫുഡ് കിട്ടിയിട്ടാണ്. അപ്പോൾ സാമ്പാറും നെയ്ച്ചോറും ഒരു ചിക്കൻ പൊരിച്ചതും. അപ്പോൾ ദിൽജിത്ത് മലക്കോ മാലിട്ടുകൊണ്ട് എനിക്ക് 2 എണ്ണം കിട്ടിയിട്ടാ. 2 ഫുഡും ഞാൻ അടിച്ച് കഴിഞ്ഞില്ല. അവിടെ വണ്ടി എടുക്കണേ മുന്നേ കണ്ട ദൃശ്യമുണ്ടാ. നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്ന ക്ലാത്തി എന്ന് പറഞ്ഞ മീനാട്ടാ, അതിൻ്റെ തലേണി കട്ട് ചെയ്ത് വെച്ചേക്കണേട്ടാ. ഇപ്പോൾ കംപ്ലീറ്റ് ക്ലാത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തലേണി പൊടിക്കാനായിട്ട് കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ട. ഇനി ഞാൻ പറഞ്ഞ പോലെ ഉള്ളാലേ പോകണം. അവിടെ പോയിട്ട് നമ്മുടെ ബോക്സ് വാഷൊക്കെ ചെയ്യണോട്ടോ. അപ്പോൾ ഇനി തിരിച്ച് ഇങ്ങോട്ട് വന്ന വഴി തന്നെ പോകാൻ പറ്റണമെന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ വന്ന വെളുപ്പിനാണ്, ഇപ്പോൾ സ്കൂൾ ടൈമാണ്. സമയം ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ടൈമിൽ ഈ വഴി പോയാൽ നമ്മുടെ ഡീവിയേഷനൊക്കെ ഉള്ള വ്യത്യാസം തിരിച്ചൊക്കെ വിടും കേട്ടോ. കാലത്ത് വരുന്ന പോലെയല്ല, 1 വേ കാര്യങ്ങളൊക്കെ സീനുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മുടെ യാത്ര ഉള്ളാലിലോട്ടാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാണ്ട മഹാവീര സർക്കിൾ. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് കയറിയിട്ട് വേണം, നമ്മുടെ ബൈപ്പാസാണ്. ആ ബൈപ്പാസ് റൂട്ടിൽ പോകുന്ന വഴിയിലായിട്ടാണ് നമ്മുടെ ഉള്ളാലിലോട്ട് പോകുന്ന വഴിയൊക്കെ കേട്ടോ. അപ്പോൾ ഉള്ളാലേ പോയിട്ടെങ്കിൽ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം നമുക്ക്. അപ്പോൾ വാഷിംഗ് സെൻറ്റർ എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മുടെ കമ്പനി വണ്ടി തന്നെ ഉണ്ട്, സമുദ്ര. അപ്പോൾ നമ്മുടെ പരിചയക്കാരനെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സമുദ്ര മറൈനർ എന്ന് പറഞ്ഞ വണ്ടികളൊക്കെ കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് അടിക്കട്ടോ. പിന്നെ വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഇവർ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപ്പുവെള്ളം തന്നെയല്ല, കംപ്ലീറ്റ് ബോക്സ് പുറത്തിറക്കി ഉപ്പുവെള്ളം അടിച്ചാണ് വാഷ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുതൽ കിടക്കുന്ന കിടപ്പ് വേണ്ട. ഇതാ മറ്റൊരു വണ്ടിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. മറൈനറിൻ്റെ ഫ്രീസർ വണ്ടിയാണ് കേട്ടോ, വാഷിങ്ങിനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ 2 വണ്ടിയും ഇവിടെ കിടക്കണം കേട്ടോ. ഒരെണ്ണം ഫ്രീസർ വണ്ടിയാണ് കേട്ടോ. ഈ 2 വണ്ടിയിലും മറൈനർ 33 എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കാണാം. പക്ഷേ ഇതല്ല ഇതിൻ്റെ കോമൺ ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം കേട്ടോ. ഈ വണ്ടിയുടെ എല്ലാ നമ്പർ പ്ലേറ്റ് നോക്കിയാൽ അറിയാം, ലാസ്റ്റ് 2 ഡിജിറ്റ് 33 ആയിരിക്കുള്ളൂ. ഇത് ഇതിൻ്റെ ഓണറുടെ ഭാഗ്യ നമ്പർ എന്നാണ് പറയുന്നത് കേട്ടോ. ഇവരെല്ലാ വണ്ടിയിലും ഈ ഒരു 33 കാണാൻ പറ്റും കേട്ടോ നമുക്ക്. അങ്ങനെ ഇതാ നമ്മൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു, നമ്മളിനി നാട്ടിലോട്ട് വെച്ച് വിടേണ്ട. പക്ഷെ നമ്മൾ ഉടുപ്പി ടോൾ പാസ്സൊക്കെ കഴിഞ്ഞിട്ട് കാസർഗോഡ് കിടന്നിട്ട് എവിടെയെങ്കിലും കുറച്ച് നേരം സ്റ്റേ ചെയ്യാനുള്ള പരിപാടി വേണ്ട. കാരണം വെച്ചാൽ ഈ ഒരു ടൈമിൽ നമ്മൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ആയിരിക്കുള്ളൂ. ഏകദേശം ഈ വണ്ടിക്ക് അറിയാലോ 3-4 മൈലേജൊക്കെ കിട്ടുള്ളൂ. അതും കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു RPM കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് ഓടിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായ നഷ്ടം നമ്മുടെ വണ്ടിക്ക് സംഭവിക്കും ഡീസലിൽ. അപ്പോൾ ആ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം കുറച്ചും കൂടെ രാത്രി ആയി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരുവിധം 2 വീലറുകാരെയും കാറുകാരെയും ശല്യങ്ങളൊക്കെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ടൈമിന് വേണ്ടി കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പോവേണ്ട. അപ്പോൾ ഉടുപ്പി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ബൈപ്പാസിൽ നമ്മുടെ വണ്ടി ഒതുക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്പനി വണ്ടികളാണ് നിരന്ന് കിടക്കുന്നത് കേട്ടോ. എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സമയമാകുമ്പോൾ ഒരുമിച്ചൊരു വീട്ടിൽ വിടാൻ വേണ്ടി അങ്ങോട്ട് കാത്ത് കിടക്കുന്നവരാണ്ട. ഇനി നമ്മൾ പോകുന്ന വഴിയിലായിട്ട് മാഹി പോയിട്ടൊരു പെട്രോൾ ഫില്ലിങ് കൂടി ഉണ്ട് കേട്ടോ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് മുന്നോട്ടാണ് പറപ്പിക്കുക നമുക്ക്. ഇനി സമയം 9 മണിക്കൂർ 18 മിനിറ്റ്, ഏകദേശം 10 മണിക്കൂർ അപ്പോൾ നമുക്ക് നാട്ടിലോട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ എല്ലാവരും ഉറക്കമൊക്കെ എണീറ്റ് വണ്ടി വിടാനായിട്ട് പോവേണ്ട. ഇനി ഞങ്ങളുടെ നേരമായിട്ട് നമ്മുടെ വണ്ടികൾ കറക്റ്റ് RPM ഓടിപ്പോകട്ടെ. എന്നാലേ കമ്പനിക്കും ഇവരുടെ പണിക്കും എല്ലാവർക്കും അതിനൊരു പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഡീസൽ ഒരു വലിയ ഘടകമുണ്ടാകും. ഒരു ടാക്സി അല്ലെങ്കിൽ ഒരു ലോഡിങ് വണ്ടിനെ സംബന്ധിച്ചത് ഒരു ബസ്സായാലും ഡീസൽ അതിനൊരു മെയിൻ ഘടകം തന്നെയാണ്. വലിയ വണ്ടിക്കാരോട് എപ്പോഴും കുറച്ച് ദേഷ്യം കൂടുതൽ കാണിക്കാറുണ്ട് എല്ലാവരും. ചെറു വണ്ടിക്കാർ കൂടുതലും വലിയ വളവൊക്കെ വളഞ്ഞു വരുമ്പോൾ
ബൈക്ക് കൊണ്ട് വട്ടം വെക്കുക. കാരണം വെച്ചാൽ അവർക്ക് ഒടിഞ്ഞ് കിട്ടാനുള്ളൊരു പ്രശ്നം കേട്ടോ. പിന്നെ കുറച്ച് തോന്നിയ പ്രശ്നങ്ങളൊക്കെ വലിയ വണ്ടിക്കാരിലും ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ റോഡിലുള്ള അഭ്യാസങ്ങൾ കാര്യങ്ങളൊക്കെ കുറക്കുക. എല്ലാവരും അല്ലേ, പരസ്പരം കാണേണ്ടവരും എല്ലാവരുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.